നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം ദ വേജസ് ഓഫ് ഫിയർ രസകരമായ ഈ ത്രില്ലർ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഫ്രെഡ് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നഗരം മുഴുവൻ കലുഷിതമാണ്. എങ്ങും കലാപങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് വലിയൊരു അഴിമതിയിൽപ്പെട്ടിരുന്നു. പ്രസിഡന്റിനെ താഴെ ഇറക്കണം, പ്രസിഡന്റ് രാജിവെക്കണം, പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഫ്രെഡ് പ്രസിഡന്റിന്റെ ഗാർഡായിരുന്നു. പണത്തിനോട് ഒരുപാട് താല്പര്യമുള്ള, പണം അത്യാവശ്യമായിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെതിരെ പ്രതിഷേധം കനക്കുമ്പോഴും പ്രസിഡന്റിനോട് ലോയലായി നിന്ന് പ്രസിഡന്റ് മോഷ്ടിച്ചെടുത്ത് ട്രില്യൺ കണക്കിന് പണം സംരക്ഷിക്കാനും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് പ്രസിഡന്റിനെ രക്ഷപ്പെടുത്താനും ഫ്രെഡ് സഹായിക്കാൻ തീരുമാനിക്കുന്നു. അവന്റെ സഹായത്തിന് പ്രസിഡന്റ് അവന് ചെറിയൊരു തുക കൈമാറുന്നുമുണ്ട്. പ്രസിഡന്റിനെ രക്ഷപ്പെടുത്താൻ ഫ്രെഡും കൂട്ടുകാരും ശ്രമിച്ചെങ്കിലും അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നിരുന്നു. ഫ്രെഡും കൂട്ടുകാരും ചേർന്ന് അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതൊരു ഷൂട്ടൌട്ടിലും മറ്റും കലാശിച്ചു. കൂട്ടുകാരിൽ ചിലർക്ക് വെടിയേൽക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് സംഘം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ഫ്രെഡിന് സാധിച്ചിരുന്നു. ഫ്രെഡ് നേരെ പോയത് തന്റെ സഹോദരൻ അലക്സിന്റെ അടുത്തേക്കാണ്. അലക്സ് തന്റെ കുടുംബത്തിനൊപ്പം സമാധാനത്തോടെ ജീവിക്കുകയാണ്. ബോംബുകൾ നിർമ്മിക്കുന്നതിലും മറ്റും അലക്സിന് വലിയ സ്കില്ല് തന്നെ ഉണ്ടായിരുന്നു. ബോംബ് ഡിഫ്യൂസ് ചെയ്യാനും അലക്സ് മിടുക്കനാണ്. അലക്സിനടുത്തേക്കെത്തിയ ഫ്രെഡ് താൻ വന്ന കാര്യം പറഞ്ഞു. പ്രസിഡന്റ് പണം സൂക്ഷിച്ചിരിക്കുന്ന വലിയ വോൾട്ട് എവിടെയാണ് എന്ന് തനിക്കറിയാം. ഒരു സ്ഫോടക വസ്തു ഉണ്ടാക്കി ആ വോൾട്ട് തകർത്തു കഴിഞ്ഞാൽ അതിലെ പണം മുഴുവൻ തങ്ങൾക്ക് മോഷ്ടിക്കാനാകും. ആ വലിയ തുകയുമായി തങ്ങൾക്ക് ഫ്രാൻസിലേക്ക് കടക്കാം, അവിടെ സ്വസ്ഥമായി ജീവിക്കാം. പക്ഷെ പ്രസിഡന്റിന്റെ ഇടത്തേക്ക് കടന്നു ചെന്ന് അത്തരത്തിലൊരു സ്ഫോടനം നടത്തി പണം മോഷ്ടിക്കൽ അത്ര എളുപ്പമല്ല എന്ന് അലക്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സ് അതിന് സാധ്യമല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഫ്രെഡ് ആകട്ടെ അലക്സിനെ വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ കുടുംബത്തെയോർത്ത്, കിട്ടുന്ന പണത്തിന്റെ അളവോർത്ത് അലക്സ് അതിന് സമ്മതിക്കുകയാണ്. ഇരുവരും വൈകാതെ പ്രസിഡന്റ് പണമൊളിപ്പിച്ചിരുന്ന പ്രസിഡന്റിന്റെ ബിൽഡിംഗിലേക്ക് എത്തി. അലക്സ് അകത്ത് കടന്ന് വോൾട്ട് തകർക്കുമ്പോഴേക്കും പുറത്തു മുഴുവൻ ഫ്രെഡ് വാച്ച് ചെയ്തോളാം എന്നതായിരുന്നു അവർക്കുള്ളിലെ തീരുമാനം. പക്ഷേ റോബറി നടക്കുന്ന സമയം മറ്റൊന്നുകൂടി സംഭവിക്കുകയാണ്. സോൾജിയേഴ്സ് കടന്നുവന്ന് അലക്സിനെ അറസ്റ്റ് ചെയ്തു. ഫ്രെഡിന് ആ സമയം ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അലക്സ് ആകട്ടെ ഒരു ഫാൻസി പ്രസണിലേക്കായിരുന്നു മാറ്റപ്പെട്ടത്. തുടർച്ചയായി ഫൈറ്റും മറ്റും അരങ്ങേറുന്ന പ്രശ്നബാധിതമായിട്ടുള്ള ഒരു ജയിലാണത്. തന്റെ നിലനിൽപ്പിന് വേണ്ടി അലക്സിന് അവിടുത്തെ പ്രിസണേഴ്സുമായി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഫൈറ്റ് ചെയ്ത് അലക്സ് കൂടുതൽ ടഫായി മാറി. ഒരു ഘട്ടത്തിൽ ജയിലിലെ വാർഡനെയും ഗാർഡുകളെയും പോലും അലക്സ് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. മറുവശത്ത് ഫ്രെഡും അലക്സിന്റെ ഫാമിലിയുമാകട്ടെ ഗവൺമെന്റിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുവാൻ മരുഭൂമിക്ക് നടുവിൽ ചെറുതായുള്ള മൈനിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. സോൾജിയേഴ്സിന്റെയും പോലീസിന്റെയും ഒന്നും പിടിയിൽപ്പെടാതെ അവരവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഫ്രെഡും അലക്സിന്റെ ഭാര്യയും തങ്ങളുടെ നിലനിൽപ്പിനും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ഗ്രാമത്തിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. മരുഭൂമിക്ക് നടുവിലുള്ള പ്രദേശമായതുകൊണ്ടും വിളനിലമല്ലാത്തതുകൊണ്ടും മൈൻ പ്രവർത്തിക്കുന്നതുകൊണ്ടും അവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അലക്സിന്റെ ഭാര്യയും ഫ്രെഡും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തന്റെ ഭർത്താവിനെ മോഷ്ടിക്കാൻ പോയപ്പോ അലക്സ് പെടുത്തിയതല്ലേ, രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ അലക്സിന്റെ ഭാര്യ കുറ്റപ്പെടുത്തി. പക്ഷേ ഫ്രെഡ് തന്റെ നിസ്സഹായാവസ്ഥ പറയുകയും മോഷ്ടിക്കാൻ പോയത് രണ്ടുപേരുടെയും തീരുമാനമായിരുന്നെന്നും തനിക്കാകെ ചെയ്യാൻ പറ്റുന്നത് അലക്സിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തൽ മാത്രമായിരുന്നു, അതാ താൻ പ്രവർത്തിച്ചത്, പോലീസിന്റെ ഒന്നും കണ്ണിൽപ്പെടാതെ അതുകൊണ്ടാ ഈ ഒറ്റപ്പെട്ട ഇടത്തേക്ക് അവരെയും കൊണ്ട് താൻ വന്നത് എന്ന് ഫ്രെഡ് വ്യക്തമാക്കുകയാണ്. അവർ തമ്മിലുള്ള വാക്കുതർക്കം അരങ്ങേറിക്കൊണ്ടിരിക്കെ ഗ്രാമത്തിനോട് ചേർന്നുള്ള മൈനിൽ പെട്ടെന്നൊരു പൊട്ടിത്തെറി സംഭവിച്ചു. പൊട്ടിത്തെറിക്ക് പിന്നാലെ മൈൻ നടത്തിപ്പുകാരായ അതിന്റെ മുതലാളിയും പ്രധാന ഉദ്യോഗസ്ഥരും ഒരു മീറ്റിംഗ് ചേരുകയാണ്. കാര്യം എന്തെന്നാൽ സ്ഫോടനം എത്രയും വേഗം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൂടെ തീ പാസ് ചെയ്ത് അടുത്തുള്ള മൈനുകളും പൊട്ടിത്തെറിക്കും. ദുരന്തത്തിലേക്ക് അത് വഴിവെക്കും. വൈകാതെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയായിരുന്നു. സ്ഫോടനം നാച്ചുറലായി സംഭവിച്ചതല്ല. മൈൻ നടത്തുന്ന കമ്പനി ഗവൺമെന്റിൽ നിന്നും പണം ഊറ്റുവാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തിയതാണ്. സ്ഫോടനം സംഭവിച്ച് 24 മണിക്കൂറിനുള്ളിൽ അത് പരിഹരിക്കണം. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ പറഞ്ഞ് ഗവൺമെന്റിൽ നിന്ന് അവർക്ക് പണം ഊറ്റുവാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ മൈനിലെ പ്രശ്നം പരിഹരിക്കുവാൻ കമ്പനിയുടെ കുറച്ചാളുകളെ മൈനിനോട് ചേർന്നുള്ള വില്ലേജിലേക്ക് കമ്പനി ഓണേഴ്സ് അയക്കുകയാണ്. അവർ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഫ്രെഡിനെ കണ്ടു. ഫ്രെഡിന് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു. സ്ഫോടനം നിയന്ത്രണ വിധേയമാക്കുവാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ, ലിക്വിഡ് നൈട്രജൻ കൊണ്ടുവന്ന് സ്ഫോടനം നടന്ന ഇടത്തേക്ക് നിക്ഷേപിക്കുക. പക്ഷേ അടുത്തൊന്നും ലിക്വിഡ് നൈട്രജൻ ഇല്ല. ദൂരെ സോളാർ പ്ലാന്റിലാണ് അതുള്ളത്. അവിടെ നിന്നും ലിക്വിഡ് നൈട്രജൻ കളക്ട് ചെയ്ത് അത് മരുഭൂമിയിലെ വഴിയിലൂടെ കൊണ്ടുവന്ന് കൃത്യമായി മൈനിൽ നിക്ഷേപിക്കണം.
സൂക്ഷിക്കണം. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്യന്തം അപകടം പിടിച്ച ജോലിയാണ്. ലിക്വിഡ് നൈട്രജൻ ലീക്കാവുകയോ മറ്റോ ചെയ്താൽ വലിയ സ്ഫോടനം തന്നെ സംഭവിച്ചേക്കാം. ഇത് ചെയ്തു തീർക്കുവാനോ ആകെ 24 മണിക്കൂർ സമയം മാത്രമാണുള്ളത്. ഫ്രെഡിനോട് അവർ കാര്യങ്ങൾ വിശദീകരിച്ച് ഫ്രെഡിന് ദൗത്യം ഏറ്റെടുക്കാമോ എന്ന് കമ്പനിയുടെ ആളുകൾ ചോദിക്കുകയാണ്. ഫ്രെഡിന് മുമ്പിലേക്ക് അതിനായി വലിയ ഓഫർ തന്നെ അവർ വെക്കുന്നു. ആ പ്രവൃത്തി ചെയ്താൽ ഫ്രെഡിന് വലിയൊരു തുക ലഭിക്കും. മാത്രമല്ല ഫ്രെഡിനും ഫ്രെഡിന്റെ കുടുംബത്തിനും ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടു പോകുവാനുള്ള വിമാന ടിക്കറ്റും വേണ്ട സൗകര്യങ്ങളും കമ്പനി ചെയ്തു നൽകും. മാത്രമല്ല അലക്സിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള കാര്യങ്ങളും കമ്പനി നടപ്പിലാക്കി കൊടുക്കും. അത്രയും വലിയ റിവാർഡ് കേട്ടതും ഫ്രെഡ് അതിന് സമ്മതിക്കുകയാണ്. അവിടെ നിന്നും കമ്പനിയുടെ 2 ആളുകൾക്കും വഴിയറിയാവുന്ന മറ്റൊരാളുടെയും കൂടെ ഫ്രെഡ് ഹെലികോപ്റ്ററിൽ തിരിക്കുകയാണ്. പക്ഷേ വഴിമധ്യേ റോബേഴ്സിനാൽ അവർ ആക്രമിക്കപ്പെട്ടു. എന്നിരുന്നാലും ഹെലികോപ്റ്ററിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടുപോയി. മരുഭൂമിയിൽ ആക്രമിക്കാനും മോഷ്ടിക്കാനും തയ്യാറായി നിരവധി കള്ളക്കടത്തുകാരും കൊള്ളക്കാരുമൊക്കെ ഉണ്ടായിരുന്നു. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഫ്രെഡും ഫ്രെഡിന്റെ കൂടെയുള്ളവരും മീറ്റിംഗ് സ്പോട്ടിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോഴേക്കും ജയിൽ മോചിതനാക്കപ്പെട്ട അലക്സും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിരുന്നു. ഫ്രെഡിനെ കണ്ടതും ഏറെ ദേഷ്യം തോന്നിയ അലക്സ് ഫ്രെഡിനെ മർദ്ദിക്കുകയാണ്. തന്നെ ജയിലിലാക്കിയ ഫ്രെഡിനോട് വലിയ കരി തന്നെ അലക്സിനുണ്ടായിരുന്നു. അവർ തമ്മിൽ വാക്കുതർക്കവും പ്രശ്നവും അരങ്ങേറുമ്പോൾ കമ്പനിയുടെ ആളായ ഗാദിയർ അവരുടെ അടുത്തേക്ക് വന്ന് ഇരുവരെയും പിന്മാറ്റാൻ ശ്രമിച്ചു. അലക്സിനോട് അവരുടെ മിഷനിൽ ഫോക്കസ് ചെയ്യാനും എന്നാലേ അലക്സിന്റെ കുടുംബത്തിനടുത്തേക്ക് എത്താൻ സാധിക്കൂ എന്നും അയാൾ പറയുന്നുമുണ്ട്. കുടുംബത്തിന്റെ കാര്യം കേട്ടതും അലക്സ് ശാന്തനാകുന്നു. പിന്നാലെ ലിക്വിഡ് നൈട്രജന്റെ കാര്യം ഗാദിയർ അലക്സുമായി സംസാരിക്കുകയാണ്. അതെത്രത്തോളം അപകടകാരിയായ വസ്തുവാണ്, അതിൽ ചേർക്കുന്ന കെമിക്കൽ, അതിനെ പറ്റിയൊക്കെയായിരുന്നു അവരുടെ സംസാരം. അതിന്റെ ചെറിയൊരു സാമ്പിൾ ഗാദിയറിന്റെ കൈവശമുണ്ടായിരുന്നു. അലക്സ് അതെടുത്ത് പരിശോധിച്ചു. ചെറിയൊരു തുള്ളി കൊണ്ട് തന്നെ അവിടെ ഒരു സ്ഫോടനമുണ്ടാക്കി കാണിച്ചു കൊടുത്ത് ലിക്വിഡ് നൈട്രജൻ എത്രമേൽ അപകടകാരിയായ വസ്തുവാണ് എന്ന് അലക്സ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു തുള്ളി കൊണ്ട് തന്നെ വലിയൊരു സ്ഫോടനം സൃഷ്ടിക്കാൻ ശേഷിയുള്ള വസ്തുവായിരുന്നു അത്. 200 കിലോഗ്രാം ലിക്വിഡ് നൈട്രജനാണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു തുള്ളിക്ക് അത്ര വലിയ സ്ഫോടനം നടത്താൻ പറ്റുമെങ്കിൽ 200 കിലോ ഒരു അണുബോംബ് പൊട്ടുന്നതിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അതിലും മേലെയായിരിക്കും എന്ന് അലക്സ് അവരെ വാൺ ചെയ്തു. കൂടുതൽ സൂക്ഷിക്കണം എന്നും പ്രത്യേകം അയാൾ എടുത്തു പറഞ്ഞു. അതിന്റെ അപകടാവസ്ഥ മനസ്സിലായതും 2 ടീമുകളായി ലിക്വിഡ് നൈട്രജന്റെ വണ്ടിയുമായി മുമ്പോട്ടു പോകാം എന്ന് ഗോദിയർ അവരോട് പറയുകയാണ്. അതിൽ ഒരു ടീം ആവശ്യമായ പേപ്പർ വർക്കുകൾ നടത്തും. അടുത്ത ടീം ലിക്വിഡ് നൈട്രജനുള്ള ട്രക്ക് സേഫായി കൊണ്ടുപോകും. വൈകാതെ ഫ്രെഡും സുഹൃത്തുക്കളും ഗവൺമെന്റിന്റെ പെർമിറ്റോടെ അടുത്തുള്ള സോളാർ പവർ പ്ലാന്റിലേക്ക് പോവുകയാണ്. പക്ഷേ ഗേറ്റിൽ വെച്ച് സ്പെഷ്യൽ ഫോഴ്സസ് അവരെ തടഞ്ഞു. പെട്ടെന്ന് അപ്ലൈ ചെയ്തതുകൊണ്ട് പെർമിറ്റ് അലോ ചെയ്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് 24 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം എന്ന് ഓഫീസർ അവരോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ 20 മണിക്കൂർ മാത്രമേ അവർക്ക് സാധനം കളക്ട് ചെയ്ത് മൈനുള്ളയിടത്തേക്ക് എത്തുവാൻ പോലും ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം ഗോദിയറിന്റെ കൊളീഗായ ക്ലാര ഓഫീസറുമായി സംസാരിക്കുന്നു. കമാൻഡറെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൈക്കൂലിയടക്കം വാഗ്ദാനം ചെയ്ത് അവർ അകത്തേക്ക് കടക്കുകയാണ്. ലിക്വിഡ് നൈട്രജൻ കളക്ട് ചെയ്യേണ്ടുന്ന വെയർഹൌസിൽ നിന്നും അലക്സും ഫ്രെഡും സൂക്ഷ്മതയോടെ ഓരോ ബോട്ടിലിലുമുള്ള ലിക്വിഡ് നൈട്രജൻ കൃത്യമായി ട്രക്കിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. മറുവശത്ത് ഗോദിയറും ക്ലാരയും മറ്റുള്ളവരുമാകട്ടെ മൈനിലേക്ക് പോകേണ്ടുന്ന സേഫ് റൂട്ടുകൾ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഒരൊറ്റ ബോട്ടിൽ ലിക്വിഡ് നൈട്രജൻ പൊട്ടിയാൽ അവരൊക്കെയും ഇല്ലാതാകും. അത്രമേൽ അപകടകാരിയായ വസ്തുവാണത്. ഏറെ ശ്രദ്ധയോടെ ലിക്വിഡ് നൈട്രജൻ അവർ ലോഡ് ചെയ്തു. ശേഷം ട്രക്ക് പതിയെ മൂവ് ചെയ്തതും വെയർഹൌസിനുള്ളിലുണ്ടായിരുന്ന അവരുടെ ഒരു ടീം മെമ്പറെ സെക്യൂരിറ്റി കണ്ടിരുന്നു. സെക്യൂരിറ്റി അയാളെ പിടികൂടി നിർത്തി. ഫ്രെഡും ഗോദിയറുമാകട്ടെ ട്രക്കുകളുമായി അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാൽ തങ്ങളും പിടിക്കപ്പെടും, പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആവാൻ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് അവർക്കവിടെ തുടരാൻ സാധിക്കില്ലായിരുന്നു. അവർക്ക് മുമ്പിൽ ആകെ 10 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയല്ലാതെ അവർക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ലിക്വിഡ് നൈട്രജൻ ബോട്ടിൽ വെയർഹൌസിനകത്ത് താഴെ വീഴുകയും വലിയൊരു സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു. അവർ പുറത്തേക്കെത്തിയതിനു ശേഷമായിരുന്നു അത്. പുറത്തെത്തിയതും ക്ലാര ഗോദിയറുമായി വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. തങ്ങളുടെ ടീം മെമ്പറെ ഉപേക്ഷിച്ചു വന്നതിന് ഗോദിയറിനോട് അവൾ കയർത്തു. ഗോദിയർ സെൽഫിഷ് ആണെന്ന് ആരോപിച്ച ക്ലാര താൻ അവരോടൊപ്പം വന്നോളാം എന്ന് പറഞ്ഞ് ഫ്രെഡിന്റെ ട്രക്കിലേക്ക് കയറി. വൈകാതെ അവർ മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങുകയാണ്. കുറച്ചു ദൂരം പിന്നിട്ടതും കൊള്ളക്കാർ അവരെ ആക്രമിക്കാനെത്തി. വലിയ തുക തന്നാൽ മാത്രമേ അവരെ കടത്തിവിടുള്ളൂ എന്ന് പറഞ്ഞു. മാത്രമല്ല അവരുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യണം എന്നും അവരുടെ നേതാവ് വന്ന് ആവശ്യപ്പെടുകയാണ്. ലിക്വിഡ് നൈട്രജൻ അത്രമേൽ വില കൂടിയ വസ്തുവാണ്. മാത്രമല്ല സ്ഫോടക വസ്തു
വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതും കൊള്ളക്കാരുടെ പക്കൽ അത് കിട്ടിയാൽ ഒരു തരത്തിലും അവർ കടത്തിവിടില്ല എന്ന സംഘത്തിലുള്ളവർ ഉറപ്പായിരുന്നു. ഗോദിയർ ലീഡറുമായി സംസാരിക്കാൻ ശ്രമിച്ചു. തങ്ങളും മരുഭൂമിക്കുള്ളിൽ നിന്നുമാണെന്നും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കൊണ്ടുപോകുന്നതാണ് എന്നും ഗോദിയർ പറഞ്ഞു നോക്കിയെങ്കിലും ലീഡർ കൺവിൻസ്ഡ് ആകുന്നുണ്ടായിരുന്നില്ല. അതൊന്നും നടപ്പിലാവുന്നില്ലെന്ന് കണ്ടതും കൂട്ടത്തിലെ ഒരാൾ കമ്പനിയുടെ ലോഗോ ഒക്കെ പൊക്കിപ്പിടിച്ചു കാണിച്ചു. പക്ഷേ അതൊന്നും കൊള്ളക്കാർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. അതോടെ കൊള്ളക്കാരുടെ നേതാവിനെ ഒരാൾ ബന്ദിയാക്കി. ഗോദിയർ ഒരു കൊള്ളക്കാരനെ വെടിവെച്ചും കൊന്നു. അതോടെ ഷൂട്ടൌട്ടും ഫൈറ്റും ഉടലെടുക്കുകയാണ്. അവരുടെ ടീം മെമ്പേഴ്സിൽ കുറച്ചു പേർക്ക് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തെങ്കിലും കൊള്ളക്കാരുടെ സംഘത്തെ ഒരുവിധം ഒതുക്കി അവർ ട്രക്കുമെടുത്ത് മുമ്പോട്ട് നീങ്ങുന്നു. പക്ഷേ കൊള്ളക്കാരുടെ സംഘം വാഹനങ്ങളിലും മറ്റുമായി അവരെ ചേസ് ചെയ്യാനും ആക്രമിക്കാനും ആരംഭിക്കുകയാണ്. കൊള്ളക്കാർക്കെതിരെ അവർക്ക് പോരടിക്കേണ്ടി വന്നു. തുടർച്ചയായി കൊള്ളക്കാരുടെ ആക്രമണം വന്നതോടെ വഴിമാറ്റി മറ്റൊരു വഴിക്ക് തിരിച്ചു പോകുവാനും കാര്യങ്ങൾ ലീഡ് ചെയ്യുവാനും ഗോദിയർ തീരുമാനിക്കുന്നു. ക്ലാരയെ അത് അപ്സെറ്റ് ആക്കുന്നുണ്ട്. ഗോദിയറിന്റെ റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് ക്ലാരയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നിലവിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും. വഴിതിരിച്ച് മരുഭൂമിയിലെ അറിയാത്ത വഴിയിലൂടെ പോയാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത ക്ലാര അവരോട് പറഞ്ഞു. പക്ഷേ ഗോദിയറിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല. എങ്ങനെയും മൈനിൽ എത്തിച്ചേർന്ന് പ്രശ്നം സോൾവ് ചെയ്തു കഴിഞ്ഞ് പണം കൈപ്പറ്റണം എന്നത് മാത്രമായിരുന്നു ഗോദിയറുടെ ലക്ഷ്യം. ഗോദിയർ തിരഞ്ഞെടുത്ത് ഓൾട്ടർനേറ്റീവ് പാത്താകട്ടെ കൂടുതൽ അപകടം പിടിച്ചതായിരുന്നു. കുറച്ചു മുമ്പിലേക്ക് ചെന്നതും അവരുടെ മുമ്പിൽ പോയ വാഹനം പൊട്ടിത്തെറിച്ചു. പിന്നീടുള്ള യാത്രയിൽ അവർക്ക് മുമ്പിലുള്ള പാതയിൽ മുഴുവൻ മൈനുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഗോദിയർ തിരിച്ചറിയുകയാണ്. ഗോദിയർ വല്ലാതെ രോഷാകുലനായി. ഇതൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ മുൻകൂട്ടി പറയണ്ടേ എന്ന് പറഞ്ഞ അയാൾ ഷൗട്ട് ചെയ്തു. മറ്റു വഴികളില്ലാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്നും ചെയിൻ എടുത്ത് സ്ഫോടക വസ്തുക്കളിൽ എക്സ്പേർട്ടായ അലക്സ് മൈൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മുമ്പിൽ കാണുന്ന മൈനുകൾ കുറച്ച് അലക്സ് ഡീആക്ടിവേറ്റ് ചെയ്തു. ആ ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ ഫ്രെഡ് ഒരു മൈനിന് മുകളിൽ കയറി ചവിട്ടുന്നുമുണ്ട്. അലക്സ് ഫ്രെഡിന് അടുത്തേക്ക് ചെന്നു മൈൻ ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. വേണമെങ്കിൽ ഫ്രെഡ് മുമ്പ് തന്നോട് ചെയ്ത കാര്യമോർത്ത് ഫ്രെഡിനെ മരിക്കുവാൻ അലക്സിന് വിടാമായിരുന്നു. പക്ഷേ അലക്സ് അതിന് തയ്യാറാകുന്നില്ല. മനുഷ്യത്വപരമായി ഫ്രെഡിനെ അവൻ സമീപിച്ചു. മൈൻ ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഫ്രെഡിനെയും വലിച്ച് അലക്സ് അപ്പുറത്തേക്ക് എടുത്തു ചാടുകയാണ്. ഭാഗ്യവശാൽ ആ മൈൻ സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു. സ്ഫോടനം സംഭവിച്ചില്ല. അലക്സും ഫ്രെഡും രക്ഷപ്പെട്ടു. അലക്സും ഫ്രെഡും തമ്മിലുള്ള ബോണ്ടാകട്ടെ കൂടുതൽ ശക്തമാവുകയുമായിരുന്നു. പക്ഷേ ഈ സമയം മറ്റൊരു അപകടം അവരെ തേടിയെത്തി. ദൂരെ നിന്നും കൊള്ളക്കാരുടെ സ്നൈപ്പർ ഷോട്ടുകൾ അവരുടെ ഭാഗത്തേക്ക് പതിക്കാൻ ആരംഭിച്ചു. ആ റൂട്ടിലും കൊള്ളക്കാരുണ്ടെന്ന് അതോടെ അവർ തിരിച്ചറിയുകയാണ്. കൊള്ളക്കാർക്കെതിരെ അവർ പോരാടി സ്നൈപ്പേഴ്സിനെ വകവരുത്തി. പിന്നാലെ ലിക്വിഡ് നൈട്രജൻ സേഫാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി അവർ വീണ്ടും ട്രക്കുമെടുത്ത് യാത്ര തുടരുകയാണ്. മുമ്പോട്ടുള്ള പാത കുറച്ച് അപകടമുള്ളതുകൊണ്ട് രണ്ട് വഴിയിലൂടെ പിരിഞ്ഞ് ഒരേയിടത്ത് എത്തിച്ചേരാം എന്ന തീരുമാനത്തിലേക്ക് പിന്നാലെ അവർ എത്തുകയാണ്. ഫ്രെഡും ഗോദിയറും ചേർന്ന് ട്രക്കിൽ ഈസ്റ്റേൺ റൂട്ട് വഴി പോവാൻ തീരുമാനിച്ചപ്പോൾ അലക്സും ക്ലാരയും ചേർന്ന് വെസ്റ്റേൺ റൂട്ടിലൂടെ പോവാനായിരുന്നു തീരുമാനമായത്. രണ്ടു കൂട്ടരും ട്രക്കുകൾ അവരവർക്ക് വിധിച്ച റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കാൻ ആരംഭിച്ചു. അവർക്ക് മുമ്പിൽ 6 മണിക്കൂറേ ബാക്കിയുള്ളൂ. മൈനിൽ അടുത്ത എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിനു മുമ്പ് ലിക്വിഡ് നൈട്രജൻ മൈനിൽ നിക്ഷേപിക്കണം. പക്ഷേ ഇത്തവണത്തെ അവരുടെ പാത കൂടുതൽ കഠിനമായതായിരുന്നു. പാറക്കെട്ടുകളും കല്ലുകളും ഒക്കെ നിറഞ്ഞ പാത. ഫ്രെഡും ഗോദിയറും സഞ്ചരിച്ച് ഓയിൽ നിറഞ്ഞ ഒരു ചെറിയ കുളത്തിനടുത്തെത്തുകയാണ്. അത് താണ്ടി വേണമായിരുന്നു വണ്ടിയും കൊണ്ട് അവർക്ക് കടന്നുപോകുവാൻ. ഫ്രെഡ് ഇറങ്ങി അതിനുള്ളിലൂടെ ഒരു കോലുകുത്തി നടന്ന് അതിനുള്ളിലൂടെ വണ്ടി പോകും, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുറപ്പുവരുത്തി. സേഫായതും വണ്ടിയെടുത്ത് മുമ്പോട്ട് പോകുവാനായിരുന്നു അവരുടെ തീരുമാനം. ഫ്രെഡിന്റെ നിർദ്ദേശമനുസരിച്ച് ഗോദിയർ വണ്ടിയോടിച്ച് ഓയിൽ കുളത്തിന്റെ അപ്പുറം കടന്നു. ഫ്രെഡ് പിന്നാലെ വണ്ടിയിലേക്ക് കയറിയതും ഗോദിയർ തന്റെ തോക്കെടുത്ത് ഫ്രെഡിന് നേരെ ചൂണ്ടി. തന്റെ സ്വഭാവം മുഴുവൻ ഗോദിയർ പുറത്തെടുക്കുകയായിരുന്നു. മൈൻ കമ്പനി നിൽക്കുന്ന പണം മുഴുവൻ തനിക്കൊറ്റയ്ക്ക് വേണം എന്ന് പറഞ്ഞ ഗോദിയർ ഫ്രെഡിനെ ഷൂട്ട് ചെയ്ത് പുറത്തേക്കിട്ടു. വെടിയേറ്റ ഫ്രെഡ് കൊല്ലപ്പെട്ട പോലെ താഴെ വീണ് കിടന്നു. മറുവശത്ത് അലക്സും ക്ലാരയുമാകട്ടെ അവർ സഞ്ചരിച്ച വഴിയിൽ തടസ്സങ്ങൾ നേരിടുകയായിരുന്നു. അതും ഗോദിയറിന്റെ പദ്ധതിയായിരുന്നു. ആ വഴിയിലൂടെ മുമ്പോട്ട് പോവൽ സാധ്യമല്ല. മുമ്പിൽ പാറക്കെട്ടുകളുടെ തടസ്സങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ബുദ്ധിമാനായ അലക്സ് ആകട്ടെ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് പാറക്കെട്ടുകൾ സ്ഫോടനം ചെയ്ത് തകർത്ത് അവർക്ക് പോകുവാനുള്ള വഴി സൃഷ്ടിച്ചു. മറുവശത്ത് ഗ്യാസ് മൈനിലാകട്ടെ പ്രശ്നങ്ങൾ വഷളാവുകയായിരുന്നു. കൂടുതൽ തീ പടരാൻ തുടങ്ങി. അത്തരത്തിൽ കാര്യങ്ങൾ തുടർന്നാൽ വലിയ സ്ഫോടനം തന്നെ നടക്കും. അടുത്തുള്ള ഗ്രാമം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടും. മുമ്പോട്ട് വണ്ടിയോടിച്ചു പോയ അലക്സ് ആകട്ടെ ഒടുവിൽ ഓയിൽ കുളത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ക്ലാരയോട് ട്രക്ക് എടുക്കാൻ പറഞ്ഞ് അലക്സ് പുറത്തിറങ്ങി കൃത്യമായ വഴി പറഞ്ഞ് ഓയിൽ കുളത്തിന്റെ മറുഭാഗത്തേക്ക് സുരക്ഷിതമായി ട്രക്ക് എത്തിച്ചു. ഓയിൽ കുളത്തിലൂടെ കടന്നു വന്നതിനു ശേഷം ട്രക്കിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുവാൻ ക്ലാരയോട് അലക്സ് ആവശ്യപ്പെട്ടു. കാരണം അല്ലാതെ മുമ്പോട്ട് പോയാൽ ഓയിൽ എഞ്ചിനിലൂടെയും മറ്റും കയറി ഇറങ്ങിയതുകൊണ്ടും ഇവാപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ടും ചൂടായി
അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അലക്സ് മുൻകൂട്ടി കണ്ടിരുന്നു. അവിടെ നിന്നും മലമുകളിൽ ദൂരെയായി ഗോദിയറുടെ ട്രക്ക് ചുരം കയറി പോകുന്നതും അവർ നോക്കിക്കണ്ടു. ആദ്യം മൈനിലെത്തി മൈൻ സേഫാക്കിയാൽ തനിക്ക് ഒറ്റയ്ക്ക് കിട്ടാൻ പോകുന്ന പണമോർത്ത് ഗോദിയർ വലിയ സന്തോഷത്തിലുമായിരുന്നു. പക്ഷേ ഓയിൽ കുളത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് ഗോദിയർ തന്റെ ട്രക്കിന് റെസ്റ്റ് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ ഗോദിയറുടെ ട്രക്ക് കംപ്ലൈന്റ് ആയി മലനിരയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ലിക്വിഡ് നൈട്രജനും വണ്ടിക്കുള്ളിൽ ചെരിഞ്ഞു വീണ് വലിയ സ്ഫോടനം സംഭവിച്ച് ട്രക്കും ഗോദിയറും ഇല്ലാതായി. ദൂരെ നിന്നും ആ കാഴ്ച കണ്ട് അലക്സും ക്ലാരയും ഞെട്ടുന്നുമുണ്ട്. ഈ സമയം അവരുടെ അടുത്ത പ്രദേശത്തു നിന്നും ഒരാട്ടിടയൻ അവരെ വിളിക്കുകയാണ്. അവിടെ ആരോ വീണുകിടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അത്. അലക്സും ക്ലാരയും ഓടിച്ചെന്ന് നോക്കി. ഷോൾഡറിൽ വെടിയേറ്റ് കിടന്ന ഫ്രെഡ് ആയിരുന്നു അത്. ഫ്രെഡ് കൊല്ലപ്പെട്ടിരുന്നില്ല. ഫ്രെഡിനെ സഹായിച്ച് ട്രക്കിലേക്ക് കയറ്റിയതിനു ശേഷം അവർ അധികം വൈകാതെ യാത്ര തുടരുകയാണ്. മറുവശത്ത് മൈൻ കമ്പനി ഓണേഴ്സ് ആകട്ടെ പാർട്ട്നേഴ്സുമായി ഒരു മീറ്റിംഗിലായിരുന്നു. മൈൻ അപകടം സംഭവിച്ചു കഴിയുമ്പോൾ ലിക്വിഡ് നൈട്രജൻ മോഷ്ടിക്കാം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ പദ്ധതി. ലിക്വിഡ് നൈട്രജൻ മോഷ്ടിച്ച് അതിലെ ഒരു ഭാഗം മൈനിൽ നിക്ഷേപിച്ച് ബാക്കി വിറ്റ് പണം സമ്പാദിക്കാമല്ലോ. പക്ഷേ നിലവിൽ അത് സാധ്യമല്ലെന്ന് കണ്ടതും ലിക്വിഡ് നൈട്രജൻ കൊണ്ടുവരുന്ന ആ ട്രക്ക് നശിപ്പിച്ചു കളഞ്ഞ് മൈൻ സ്ഫോടനത്തിനിരയാക്കിയാൽ അതിന്റെ പേരിൽ ഇൻഷുറൻസ് അടക്കം നേടിയെടുക്കാമെന്നും മറ്റ് മൈൻ തുടങ്ങാനുള്ള ലൈസൻസ് നേടിയെടുക്കാം എന്നും അവർ പദ്ധതിയിടുന്നു. അലക്സും ക്ലാരയും ട്രക്കുമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയമാണ് വീണ്ടും കൊള്ളക്കാരുടെ സംഘം അവരെ ആക്രമിക്കാൻ എത്തുന്നത്. ഇത്തവണ കൂടുതൽ ശക്തമായ ഒരു ആക്രമണം തന്നെയായിരുന്നു. ക്ലാര വണ്ടിയുടെ പിന്നിലേക്ക് കയറി ലിക്വിഡ് നൈട്രജൻ എടുത്ത് ആക്രമിക്കാനെത്തിയ കൊള്ളക്കാർക്കെതിരെയെറിഞ്ഞ് അവരെ കൊന്നുതള്ളി. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒടുവിൽ രക്ഷപ്പെട്ട് അവർ മൈനുള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയപ്പോൾ അവരെ ദൗത്യമേൽപ്പിച്ച കമ്പനിയുടെ ആളുകൾ അലക്സിന്റെ ഭാര്യയെയും മകളെയും ബന്ദികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലിക്വിഡ് നൈട്രജൻ അടങ്ങിയ ട്രക്ക് നശിപ്പിച്ചു കളയുവാൻ അവർ അലക്സിനോട് പറയുകയാണ്. പക്ഷേ അലക്സിന് അത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇല്ലെങ്കിൽ ഭാര്യയെയും മകളെയും കൊന്നുതള്ളും എന്നവർ ഭീഷണിപ്പെടുത്തി. ഭാഗ്യവശാൽ വണ്ടിക്കടുത്തുണ്ടായിരുന്ന ഫ്രെഡ് ഇത് കാണുകയും തന്റെ തോക്കെടുത്ത് കൃത്യമായി ഭീഷണിപ്പെടുത്തി നിന്നിരുന്ന കമ്പനിയുടെ ആളുകളെ കൊന്നു തള്ളുകയും ചെയ്തു. അലക്സ് ഓടിച്ചെന്ന് തന്റെ മകളെയും ഭാര്യയെയും ചേർത്തു പിടിക്കുകയാണ്. മറുവശത്ത് താനിനി ജീവിക്കുവാൻ സാധ്യത കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്ന ഫ്രെഡ് തന്റെ ജീവിതം തന്നെ ത്യാഗം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അലക്സിനോടും ക്ലാരയോടും സുരക്ഷിതരാവാൻ പറഞ്ഞ അവൻ ലിക്വിഡ് നൈട്രജൻ അടങ്ങിയ വണ്ടിയെടുത്ത് ആ ട്രക്കെടുത്ത് മൈനിനകത്തേക്ക് ഓടിച്ചു കയറ്റി. ഫ്രെഡിന്റെ ആ സാക്രിഫൈസും ലിക്വിഡ് നൈട്രജൻ അടിച്ചുള്ള സ്ഫോടനവും കാരണം മൈൻ സംരക്ഷിക്കപ്പെടുകയാണ്. അലക്സും അലക്സിന്റെ ഫാമിലിയും ഗ്രാമവും സംരക്ഷിക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.